സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം. ഓട്ടോ ഡ്രൈവറുടെ മുഖം കണ്ടപ്പോൾ എന്തോ ദുരൂഹതയുണ്ടെന്ന് മഞ്ജരിക്ക് തോന്നി. അതെന്താ നിങ്ങളുടെ പേര് പറഞ്ഞാൽ സാറ് വരുമെന്ന് ഇത്ര ഉറപ്പ്? അവൾ ചോദിച്ചു. സാറിന് വരാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ്. വെറും വാക്കുപോലെയല്ല അയാൾ പറഞ്ഞത്. ആത്മവിശ്വാസത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനാ പരിചയം? അവൾ ചോദ്യം ചെയ്തു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ഒരു തവണയേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. സാറിന് കാറുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ഓട്ടോയിൽ കയറേണ്ട കാര്യവുമില്ല. സതീശൻ ഒന്ന് ചിരിച്ചു. അത് പരിഹാസം നിറഞ്ഞ ചിരിയായിരുന്നു. ഇത് എൻ്റെ വണ്ടിയിൽ കയറാതുള്ള പരിചയമാ. എനിക്ക് പോകാൻ ഇത്തിരി ധൃതിയുണ്ട്. ചെന്ന് പറഞ്ഞ ഉപകാരം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അയാൾ ഗേറ്റിൻ്റെ പാളി തുറക്കാൻ ശ്രമിച്ചു. വേണ്ട, ഞാൻ ചെന്ന് പറയാം. അയാളെ വീട്ടിലേക്ക് കയറ്റാൻ മഞ്ജരി ഒട്ടും ആഗ്രഹിച്ചില്ല. കണ്ടിട്ട് വർക്കത്തില്ലാത്ത ഒരുത്തൻ. പെട്ടെന്നാണ് അവൾ ഒരു കാര്യം ഓർത്തത്. ജയമോഹൻ സാർ ഇവിടെ ഉണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഒരു പരിചയവുമില്ലാത്ത ഒരാൾ എങ്ങനെ ഇവിടെ തന്നെ വന്നു? പ്രസന്നയാ പറഞ്ഞേ. ഇയാൾ ജയമോഹൻ സാറിനെ തിരക്കി വീട്ടിൽ ചെന്ന് കാണും. പക്ഷേ അവളുടെ പേര് പ്രസന്ന എന്നാണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? പ്രസന്നയെ ഇയാൾക്ക് പരിചയമുണ്ടോ? അവൾ ചോദിച്ചു. എൻ്റെ അപ്പച്ചിയുടെ മോള, പ്രസന്നയുടെ അമ്മാവിൻ്റെ മോൻ. എന്തിന് ജയമോഹൻ സാറിനെ കാണാൻ വരണം? അധികാരഭാവത്തിലുള്ള സംസാരവും ആകപ്പാടെ ഒരു പന്തികേട് തോന്നി മഞ്ജരിക്ക്. എന്തിനാ ഇയാൾ ജയമോഹൻ സാറിനെ കാണാൻ വന്നത്? അവൾ ചോദിച്ചു. സാർ കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞായിരുന്നു. എത്ര? ഒരു ഓട്ടോറിക്ഷ മേടിക്കാനുള്ള കാശ്. കടമായിട്ടാണോ? അവൾ വിട്ടില്ല. അല്ല, പിന്നെ? അയാൾക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. വരട്ടെ, അതിന് തനിക്കെന്താ? ജയമോഹൻ സാറിൻ്റെ ഭാര്യയല്ലോ കൊച്ച്. പെട്ടെന്ന് സതീശൻ വിഷയം മാറ്റി. അതെ, കല്യാണത്തിന് ഞാനുണ്ടായിരുന്നു. സാർ ഒരു ഭാഗ്യവാനാ. അതെന്താ? ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടിയില്ലയോ? അയാളുടെ നോട്ടവും സംസാരവും മഞ്ജരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. വേഗം വരാൻ പറയണേ സാറിനോട്, പിന്നിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. മഞ്ജരി ചെന്നപ്പോൾ ജയമോഹൻ എഴുന്നേറ്റിട്ടില്ല. പക്ഷേ ഉണർന്നു കിടക്കുകയായിരുന്നു. സാറിനെ അന്വേഷിച്ച് ഒരുത്തൻ വന്നിട്ടുണ്ട്, അവൾ പറഞ്ഞു. ആര്? ഒരു ഓട്ടോ ഡ്രൈവറാണ്. ജയമോഹൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഓട്ടോ ഡ്രൈവറോ? അതെ, സതീശൻ എന്ന് പറഞ്ഞാൽ മതി. സാർ പറന്ന് ചെല്ലുമെന്ന അയാൾ പറഞ്ഞത്. ജയമോഹൻ ഞെട്ടുന്നത് അവൾ കണ്ടു. ഞാനെന്തിനാ പറന്നു ചെല്ലുന്നേ? വിളറിയ മുഖത്തോടെ അയാൾ ചോദിച്ചു. അതെനിക്കറിയില്ല. ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. അകത്തേക്ക് ഞാൻ കയറ്റിയിട്ടില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം ആരാണെന്ന്. വലിയ താല്പര്യമൊന്നും കാണിക്കാതെ ജയമോഹൻ സാവധാനം മുറിയിൽ നിന്നിറങ്ങി. അത് വെറും അഭിനയമാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ മുൻവശത്തേക്ക് ചെന്ന് മുറ്റത്തിറങ്ങി ഗേറ്റിനടുത്തേക്ക് നടന്നു. മഞ്ജരി ചെന്ന് ജനാലക്കർട്ടൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അയാളെ വീക്ഷിച്ചു. ജയമോഹൻ ചെന്നപ്പോൾ സതീശൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സതീശൻ വെളുക്കെ ചിരിച്ചു. ഞാൻ വീട്ടിൽ ചെന്നായിരുന്നു. അന്നേരം അവളാ പറഞ്ഞേ. ജയമോഹൻ രൂക്ഷഭാവത്തിൽ അയാളെ ഒന്ന് നോക്കി. എന്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അടക്കി പിടിച്ച കോപത്തോടെ അയാൾ ചോദിച്ചു. സതീശൻ ഒട്ടും കൂസിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ സാറിനെ കാണാഞ്ഞതുകൊണ്ടാ. ഇതങ്ങനെ വച്ചു നീട്ടേണ്ട കാര്യമല്ലല്ലോ സാറേ. അവൾ ഗർഭിണിയാണെന്ന് അവളും സാറുമല്ലാതെ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലും അറിയുന്നതിനു മുമ്പ് നിർത്തടാ. സതീശൻ പെട്ടെന്ന് നിശബ്ദനായി. നമ്മൾ കണക്കുകൾ തീർത്തതാണ്. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? കണക്കുകൾ തീർത്തെന്നോ? സാർ എന്താണ് ഈ പറയുന്നത്? 1.5 ലക്ഷം ഉലുവ തന്നു. അത് പോരാലോ സാറേ. 10 ലക്ഷം കിട്ടണമെന്നല്ലയോ ഞാൻ പറഞ്ഞത്? ബാക്കിയും കൂടെ കിട്ടാതെ പറ്റത്തില്ല സാറേ. ജയമോഹൻ നിന്ന് പുകഞ്ഞു. നീ എന്നെ പേടിപ്പിക്കുവാണോ? അയ്യോ അല്ല, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. സാറിന് 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വെറും പുല്ലാണെന്ന് എനിക്കറിയാം. സാറിൻ്റെ പുതുപ്പെണ്ണിനെ ഞാൻ കണ്ടു. ലക്ഷങ്ങളല്ല, കോടികളുടെ മുതലല്ലയോ സാറേ അത്. എന്നോട് ചോദിച്ചു എന്തിനാ വന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഓട്ടോ മേടിക്കാൻ കാശ് തരാമെന്ന് സാർ പറഞ്ഞു. അത് മേടിക്കാനാണെന്ന്. നീ നീ ജയമോഹൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ സത്യം പറയാമായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ? സാർ മാന്യനാണ്. സാറിന് മാനക്കേടുണ്ടാകാൻ പാടില്ല. സാർ എന്നോട് മാന്യമായി ഇടപെട്ടാൽ ആരും ഒന്നും അറിയത്തില്ല. ആരോടും ഞാൻ ഒന്നും പറയത്തില്ല. അറിയാതെ ജയമോഹൻ്റെ മുഷ്ടികൾ ചുരുണ്ടു.
ഒറ്റയിടിക്ക് അവൻ്റെ മൂക്ക് ചതയ്ക്കാനാണ് അയാൾക്ക് തോന്നിയത്. പക്ഷേ സ്വയം നിയന്ത്രിച്ചു. നിനക്ക് ഞാൻ 50,000 രൂപ കൂടി തരും, അയാൾ പറഞ്ഞു. പോരാ സാറേ, പിന്നെത്ര വേണം? ആദ്യം തന്ന് 1.5 വിട്ടേക്ക്. പുതിയ ഓട്ടോ മേടിക്കാൻ 2 ലക്ഷം വേണം. അത് തന്നാ മതി. പിന്നെ ഞാൻ സാറിനെ ശല്യപ്പെടുത്താൻ വരത്തില്ല. നാളെ തന്നെ അത് കിട്ടുകയും വേണം. 1 ലക്ഷം കൂടി തരും. നാളെ വന്ന് അത് മേടിച്ചോണ്ട് പോ. ഇവിടേക്ക് വരണ്ട, എൻ്റെ വീട്ടിൽ വന്നാൽ മതി. പിന്നെ നീ എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത്. ശരി സാറേ, ഒന്നെങ്കിൽ ഒന്ന്. നാളെ ഞാൻ വരാം. സാറിൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനായിട്ട് ഉണ്ടാക്കത്തുമില്ല. ശരി സാറേ, നാളെ കാണാം. ഓട്ടോയിൽ കയറി സതീശൻ പോയി. ജയമോഹൻ അല്പനേരം കൂടി അവിടെ ചുറ്റിപ്പറ്റി നിന്നു. മനസ്സൊന്ന് ശാന്തമായിട്ട് മഞ്ചരിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ബുദ്ധി. അവൾ അത്ര വിഡ്ഢിപ്പെണ്ണൊന്നുമല്ല, കൂർമ്മ ബുദ്ധിയാണ്. കണ്ടാൽ പഞ്ചപാവമാണെന്ന് തോന്നുമെങ്കിലും നാവിന് നല്ല മൂർച്ചയാണ്. അത് മനസ്സിലാക്കാൻ വൈകി. ജയമോഹൻ തിരിച്ചു ചെന്നപ്പോൾ 1 ഗ്ലാസ് ചായയുമായി മഞ്ചരി അയാളുടെ അടുത്തേക്ക് വന്നു. വലിയമ്മയാണ് ചായ ഉണ്ടാക്കിയത്. കടുപ്പം ഇത് മതിയോന്ന് ചോദിക്കാൻ പറഞ്ഞു. അയാൾ ചായ അല്പം കുടിച്ചു നോക്കി. കറക്റ്റാണ്, അഭിപ്രായവും വന്നു. പക്ഷേ കറക്റ്റല്ലാത്ത ചില കാര്യങ്ങളുമുണ്ടല്ലോ, അവൾ പറഞ്ഞു. എന്താണ്? അയാൾ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ആ ഓട്ടോക്കാരൻ എന്തിനാണ് വന്നത്? അവൻ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പ്രസന്നയുടെ ബന്ധുവാണ്. അവളെ കാണാൻ ഇവിടെയല്ലല്ലോ വരേണ്ടത്, എന്നെ കാണാനാണ് വന്നത്, അയാൾ പറഞ്ഞു. എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. നീ എന്തിനാ ഒരുമാതിരി പോലീസുകാരെ പോലെ? അയാൾ അനിഷ്ടത്തോടെ ചോദിച്ചു. വെറുതെയുള്ള വരവല്ല അയാളുടേതെന്ന് എനിക്ക് തോന്നി. സാറിനെന്താ കാര്യം പറയാൻ ഇത്ര മടി? മടിയൊന്നുമില്ല. അവൻ പ്രസന്നയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. പാവങ്ങളാണവർ. ഇത്രയും നാൾ അവൾ വീട്ടിൽ നിന്നതല്ലേ. കാര്യമായിട്ട് വല്ലതും സഹായിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം. അത് നല്ലത് തന്നെ. അവനിപ്പം വാടകയ്ക്ക് ഓട്ടോ എടുത്താ ഓടിക്കുന്നേ. ഞാൻ പറഞ്ഞു, പഴയ ഓട്ടോ വല്ലതും വിൽക്കാനുണ്ടെങ്കിൽ പറയണം, അത് മേടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന്. അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി വിൽക്കാനുണ്ടെന്ന്. അത് പറയാനാ അവൻ വന്നത്, ജയമോഹൻ പറഞ്ഞു. അത് സത്യമല്ലെന്ന് മഞ്ചരിക്ക് തോന്നി. അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തോ കള്ളത്തരമുണ്ട്. പക്ഷേ അധികാരഭാവത്തിലാണല്ലോ സാറിനെ വിളിക്കാൻ അയാൾ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ വേറെന്തെങ്കിലും ഏർപ്പാടുണ്ടോ? എന്തേർപ്പാട്? ഒരൊറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. അയാൾ അവൾക്ക് നേരെ കൈയൂങ്ങി. ഉത്തരം മുട്ടുമ്പോൾ ഭാര്യയെ തല്ലുന്നത് ഭർത്താവിൻ്റെ മിടുക്കല്ല സാറേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ജയമോഹൻ ഒന്ന് പതറി. നമുക്ക് വീട്ടിലോട്ട് പോകാം, അയാൾ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം? 2 ദിവസം താമസിക്കാനല്ലേ നമ്മൾ വന്നത്? എനിക്കിവിടെ ബോറടിക്കുന്നു. മദ്യപിക്കാൻ സൗകര്യം കിട്ടാത്തത് കൊണ്ടാണോ? അവൾ ചോദിച്ചു. വേഗം റെഡിയാക്ക്, ഇപ്പം തന്നെ പോണം. 2 ദിവസം കഴിഞ്ഞേ നമ്മൾ പോകുന്നുള്ളൂ. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകും. മഞ്ചരി അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അയാൾ പെട്ടെന്ന് തലതിരിച്ചു. അവൾ അടുക്കളയിലേക്ക് ചെന്നു. വിരുന്ന് സദ്യ ഒരുക്കുന്ന തിരക്കിലായിരുന്നു വിലാസിനിയും രാജലക്ഷ്മിയും. രാധാകൃഷ്ണൻ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിരുന്നു. കരിമീൻ മപ്പാസും നെയ്മീൻ പൊരിച്ചതും കോഴി നാടൻ രീതിയിൽ കറിവെച്ചതുമൊക്കെ ഉണ്ടാക്കാനായിരുന്നു അവരുടെ പുറപ്പാട്. ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് എങ്ങനെ പറയൂ അവരോട്? മഞ്ചരി വിഷണ്ണയായി നിന്നു. എന്താ മോളെ? അവളുടെ മുഖം കണ്ട് വിലാസിനി ചോദിച്ചു. ചേട്ടൻ എന്തോ അത്യാവശ്യം, വീട്ടിലേക്ക് പോണമെന്ന് പറയുന്നു. വിലാസിനിയും രാജലക്ഷ്മിയും ഞെട്ടി. ഇന്നോ? അതേ എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. അത് പറ്റത്തില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് നാളെ കഴിഞ്ഞ് പോയാൽ മതി. അതല്ലെങ്കിൽ ജയൻ ഒന്ന് പോയിട്ട് വേഗം ഇങ്ങ് വരട്ടെ, രാജലക്ഷ്മി പറഞ്ഞു. ചേട്ടൻ പോകുന്നെങ്കിൽ ഞാനും പോകും. വിലാസിനി ഒന്ന് ആലോചിച്ചു. അവൻ അത്യാവശ്യം വല്ലതുമുണ്ടെങ്കിൽ അവർ പോട്ടെ രാജി. എന്തായാലും ഉച്ചയൂണ് കഴിഞ്ഞ് മതി. നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് വരാമല്ലോ, അവർ പറഞ്ഞു. രാജലക്ഷ്മി പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. മഞ്ചരി ചെന്ന് ജയമോഹനെ ഇക്കാര്യം അറിയിച്ചു. ഊണ് കഴിഞ്ഞിട്ട് പോകാം, അയാൾ സമ്മതിച്ചു. രാവിലെ പ്രാതൽ തയ്യാറായപ്പോൾ ദീപ്തിയുടെ മുറിയിലേക്ക് വിജയകുമാരി ചെന്നു. ജീവൻ എന്ന സഹപാഠിയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. മോളെ, കഴിക്കാനെടുത്തു വെച്ചു, ഇതാ വരുന്നമ്മേ. വിജയകുമാരി പോയി. ഇനി എനിക്ക് പഠിക്കാനൊന്നും വയ്യാടാ. 2 മാസത്തിനുള്ളിൽ മാരേജ് കാണും. അതുകൊണ്ട് എനിക്ക് റിസൾട്ടിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല, അവൾ ജീവനോട് പറഞ്ഞു. ഞാനൊരു ആണല്ലേടി. 22 വയസ്സിൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ?
പെണ്ണിനെ പോറ്റണമെങ്കിൽ ഒരു ജോലിയോ വരുമാനമോ വേണ്ടായോ? പെണ്ണായി ജനിച്ചാൽ മതിയായിരുന്നു. അവൻ പറഞ്ഞു. ഇനി അത് നടക്കത്തില്ല മോനെ. അടുത്ത ജന്മത്തിൽ ചിലപ്പം പറ്റിയേക്കും. കഴിക്കാൻ പോവുകടാ, നാളെ വിളിക്കാം. അവൾ കോൾ കട്ട് ചെയ്തു. ദീപ്തി ചെന്നപ്പോൾ ഡൈനിങ് റൂമിൽ വിജയശേഖറും വിജയകുമാരിയും കാർത്തിയായനി അമ്മയും ഉണ്ടായിരുന്നു. അവൾ അവരോടൊപ്പം ചെന്നിരുന്നു. കാർത്തിയായനി അമ്മ അവളുടെ മുൻപിലേക്ക് ഒരു പ്ലേറ്റ് എടുത്തു വെച്ചു. അവൾ 2 ഇഡലി എടുത്ത് ചട്നി ഒഴിച്ചു. മോളെ, ശരിക്ക് വല്ലതും കഴിക്കണേ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ നീ, ക്ഷീണിക്കാൻ പാടില്ല, കാർത്തിയായനി അമ്മ ഉപദേശിച്ചു. അമ്മൂമ്മേ, എനിക്ക് ആവശ്യത്തിന് വണ്ണമൊക്കെയുണ്ട്. ഇതിൽ കൂടുതൽ തടിച്ചിയാകാൻ എന്നെ കിട്ടത്തില്ല, അവൾ പറഞ്ഞു. മഞ്ജരിയും ജയമോഹനും ഇന്നലെ വിരുന്നു വന്നിട്ടുണ്ട്. കാറിൽ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. കഴിക്കുന്നതിനിടയിൽ വിജയകുമാരി പറഞ്ഞു. ഇവിടെയും വരും മോളും ബാലുവും വിരുന്നിന്. മഞ്ജരിയുടെ വിവാഹം കഴിഞ്ഞാൽ മോതിരം മാറൽ നടത്താമെന്നല്ലേ അന്ന് ബാലു പറഞ്ഞത്? ഇനി തടസ്സങ്ങളൊന്നുമില്ലല്ലോ? വിജയശേഖർ എല്ലാവരെയും നോക്കി. ഇനി മോതിരം മാറലിൻ്റെ ഒന്നും ആവശ്യമില്ല വിജയേട്ടാ. വേണമെങ്കിൽ ഒരു കല്യാണ നിശ്ചയം നടത്തണം. 1 മാസത്തിനുള്ളിൽ കല്യാണവും, വിജയകുമാരി പറഞ്ഞു. അല്ല, അവൻ്റെ പെങ്ങൾ അമേരിക്കയിൽ നിന്ന് അടുത്ത കൊല്ലം ആദ്യം വരുമ്പോൾ കല്യാണം നടത്താമെന്നല്ലേ അവർ പറഞ്ഞത്? അതിനിനി 3 മാസത്തിലേറെ സമയമില്ലേ? വിജയശേഖർ ഓർത്തു. അത് നേരാ. എന്നാൽ ഈ മാസം തന്നെ മോതിരം മാറൽ നടത്തണം, ഒരു ഉറപ്പിന്. പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറിപ്പോകാൻ പറ്റത്തില്ലല്ലോ, കാർത്തിയായനി അമ്മ പറഞ്ഞു. വിജയേട്ടൻ നാളെ തന്നെ അവൻ്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കണം. നമ്മളിനി വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല. ഞാൻ കാണാൻ ചന്ദ്രൻ പിള്ളയെ. അതിനു മുമ്പ് ബാലുവേട്ടനെ എനിക്കൊന്ന് കാണണം അമ്മേ, ദീപ്തി പറഞ്ഞു. അതെന്തിനാ? മനസ്സിൽ വല്ല മാറ്റവും ഉണ്ടായോ എന്നറിയണമല്ലോ. ഏയ്, അവൻ വാക്കു പറഞ്ഞതല്ലേ. എന്നാലും എനിക്കൊന്ന് കാണണം. കല്യാണം തീരുമാനിച്ച ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണ് പോകാൻ പാടില്ല, കാർത്തിയായനിയമ്മ എതിർത്തു. കല്യാണം തീരുമാനിച്ചില്ലല്ലോ അമ്മൂമ്മേ, തീരുമാനിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ബാലഭാസ്കറിനെ ഓഫീസിൽ ചെന്ന് കണ്ടാലോ എന്നവൾ ആലോചിച്ചതാണ്. സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ അവിടെ സൗകര്യം കിട്ടുകയില്ല. വീട്ടിൽ ചെന്നാൽ ബാലുവേട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാകും. അവരുടെ മുൻപിൽ വെച്ച് സംസാരിക്കാൻ പരിമിതികളുണ്ട്. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാണ് ബാലുവേട്ടൻ ഊണ് കഴിക്കാറുള്ളത്. ആ നേരത്ത് പോകുന്നതാണ് സൗകര്യം. വീട്ടിൽ രുക്മിണി ചേച്ചി കാണും, അത് സാരമില്ല. അന്ന് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞപ്പോൾ ബാലഭാസ്കറിൻ്റെ വീട്ടിലേക്ക് ദീപ്തി ചെന്നു. അയാളുടെ വണ്ടി വെളിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി. ആൾ വീട്ടിലുണ്ട്. ബെല്ലടിച്ചപ്പോൾ രുക്മിണിയാണ് വന്ന് വാതിൽ തുറന്നത്. അല്ല, ഇതാരാ? ദീപമോളോ? എന്താ ഈ നേരത്ത്? ടീച്ചറമ്മ സ്കൂളിലാണല്ലോ. അവളെ കണ്ട് ആശ്ചര്യത്തോടെ രുക്മിണി ചോദിച്ചു. ബാലുവേട്ടനില്ലേ ചേച്ചി? ഉണ്ട്, ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റതേ ഉള്ളൂ. മോൾ കയറി വാ. ദീപ്തി അകത്തേക്ക് കയറി ചെന്നു. ബാലുമോൻ മുറിയിൽ കാണും, ഞാൻ വിളിക്കാം. വിളിക്കണ്ട ചേച്ചി, ഞാൻ ചെന്ന് കണ്ടോളാം. അവൾ നേരെ ബാലഭാസ്കറിൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കർട്ടൻ കാരണം ഉൾവശം കാണാൻ സാധിച്ചിരുന്നില്ല. ബാലുവേട്ടാ, വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് അവൾ വിളിച്ചു. ബാലഭാസ്കർ പുറത്തേക്ക് വന്നു. ദീപ്തിയെ കണ്ട് അയാൾ ഒന്ന് ഞെട്ടി. നീയോ? എന്താ, മഞ്ജരിയാണ് വന്നതെന്ന് വിചാരിച്ചോ? അവൾക്കിനി വരാൻ പറ്റത്തില്ലല്ലോ. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്തിനാ നീ വന്നത്? ഗൗരവഭാവത്തിൽ അയാൾ ചോദിച്ചു. കാരണമൊന്നുമില്ലെങ്കിലും എനിക്കിവിടെ വന്നുകൂടെ? എന്നായാലും ഞാനിവിടെ വരേണ്ട പെണ്ണല്ലേ. പക്ഷേ ഞാനിപ്പോൾ വന്നത് ബാലുവേട്ടനെ കാണാനാണ്. എങ്കിൽ വാ. ബാലഭാസ്കർ സ്വീകരണ മുറിയിലേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ ചെല്ലേണ്ടി വന്നു. പറ, എന്താ കാര്യം? എന്നോടെന്താ ഇരിക്കാൻ പോലും പറയാത്തെ? അവൾ പരിഭവിച്ചു. ഇരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഉടൻ ഓഫീസിലേക്ക് പോണം. ഒരു 10 മിനിറ്റ് ഇരുന്നുകൂടെ ബാലുവേട്ട? അയാൾ അവളെ ഒന്ന് നോക്കി. ഇരിക്ക്, അയാൾ പറഞ്ഞു. 2 സീറ്റുകളിൽ അവർ ഇരുന്നു. മഞ്ജരിയുടെ മാരേജ് കഴിഞ്ഞിട്ടേ ബാലുവേട്ടൻ വിവാഹം ചെയ്യൂ എന്നല്ലേ എന്നോട് പറഞ്ഞത്? അവളുടെ കല്യാണം കഴിഞ്ഞു. ഇനി നമ്മുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതിൽ തടസ്സമെന്തെങ്കിലുമുണ്ടോ? അവൾ ചോദിച്ചു. തടസ്സമൊന്നുമില്ല, ദുർബലമായ സ്വരത്തിൽ അയാൾ പറഞ്ഞു. എങ്കിൽ അച്ഛനും അമ്മയും ടീച്ചറമ്മയോടും ചന്ദ്രനങ്കിളിനോടും ഇക്കാര്യം സംസാരിക്കും. അന്നത്തേതുപോലെ അച്ഛനും അമ്മയും നാണം കെടേണ്ടി വരാതിരിക്കാനാ ഞാൻ നേരത്തെ വന്ന് ഉറപ്പാക്കുന്നത്. ജനുവരിയിൽ ചേച്ചി വരും, അപ്പോഴേ കല്യാണം നടക്കൂ. അത് മതി. അതിനു മുമ്പ് കല്യാണ നിശ്ചയം നടത്താമെന്നാ അച്ഛൻ ഇന്ന് പറഞ്ഞത്. അക്കാര്യത്തിൽ വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല.
ബാലുവേട്ടൻ എന്തിനാ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നേ? എന്നോട് ഇതുവരെ സ്നേഹത്തോടെ ഒരു വാക്കു പറഞ്ഞില്ലല്ലോ. ഒന്ന് ചിരിച്ചതുപോലുമില്ല. ഞാൻ നല്ല മൂഡിലല്ല ദീപ്തി. ഓഫീസിൽ ചെന്നിട്ട് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പോകാൻ ധൃതിയുള്ളതുകൊണ്ടാ. അയാൾ വിശദീകരിച്ചു. എങ്കിൽ പൊയ്ക്കോ, ഞാൻ പിടിച്ചു നിർത്തുന്നില്ല. നിരാശയോടെ അവൾ അനുവാദം കൊടുത്തു. അപ്പോൾ തന്നെ ബാലഭാസ്കർ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അയാൾ കാറിൽ കയറി പോവുകയും ചെയ്തു. ദീപ്തി ഒന്ന് നെടുവേർപ്പെട്ടു. കയ്യിലൊന്ന് കിട്ടട്ടെ, നേരെയാക്കി എടുക്കാം. മോൾ ഊണ് കഴിച്ചിട്ടാണോ വന്നത്? രുക്മിണി വന്ന് ചോദിച്ചു. അതെ ചേച്ചി. എന്നാലും വാ, കുറച്ച് ചോറുണ്ണാം. ഇല്ല വേണ്ട ചേച്ചി, ഇനി ഇവിടുന്ന് എത്ര കഴിക്കാനുള്ളതാ ഞാൻ. രുക്മിണിയോട് യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. വൈകുന്നേരം പ്രഭാകരൻ നായരും വിശാലാക്ഷി അമ്മയും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജയമോഹൻ്റെ കാർ ഗേറ്റ് കടന്ന് കയറി വന്നത്. ശബ്ദം കേട്ട് വിശാലാക്ഷി അമ്മ ചെന്ന് നോക്കി. ജയമോഹൻ്റെ കാർ കണ്ട് അവർ ഞെട്ടി. അവർ തിടുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴേക്ക് മഞ്ജരിയും ജയമോഹനും കാറിൽ നിന്നിറങ്ങിക്കഴിഞ്ഞിരുന്നു. എന്താ മോളെ പെട്ടെന്നിങ്ങ് പോന്നത്? 2 ദിവസം കഴിഞ്ഞേ വരൂന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്? ഞങ്ങളിങ്ങ് പോന്നമ്മേ. നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും പോകാവുന്നതല്ലേ ഉള്ളൂ. കാരണമൊന്നും വെളിപ്പെടുത്താതെ മഞ്ജരി പറഞ്ഞു. എന്നാലും വിശാലാക്ഷി അമ്മയ്ക്ക് ഒരു കല്ലുകടി അനുഭവപ്പെട്ടു. എനിക്ക് കോളേജിലെ ചില വർക്ക് തീർക്കാനുണ്ടമ്മേ, അതാ ഇങ്ങ് പോന്നത്, ജയമോഹൻ പറഞ്ഞു. പിന്നെ ചോദ്യമോ ഉത്തരമോ ഉണ്ടായില്ല. വിശാലാക്ഷിയമ്മ അതോടെ തല പിൻവലിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോൾ മഞ്ജരി മേൽ കഴുകി വസ്ത്രം മാറ്റി. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ വിശാലാക്ഷിയമ്മയും പ്രസന്നയും കൂടി അത്താഴം ഉണ്ടാക്കുകയായിരുന്നു. രാത്രിയിൽ മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? വിശാലാക്ഷിയമ്മ ചോദിച്ചു. എന്തായാലും മതി അമ്മേ, എനിക്കൊരു നിർബന്ധവുമില്ല, മഞ്ജരി പറഞ്ഞു. ചപ്പാത്തിയുമുണ്ട് ചോറുമുണ്ട്. ജയൻ്റെ അച്ഛന് രാത്രിയിൽ ചപ്പാത്തി മതി, അവന് ചോറും. അവൾ ചിരിച്ചു. പ്രസന്ന നിശബ്ദയായി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നേരത്തെ എല്ലാവരും അത്താഴം കഴിച്ചു. മോൾ ഇന്നും താഴെയാണോ കിടക്കുന്നേ? വിശാലാക്ഷിയമ്മ ചോദിച്ചു. അതെ അമ്മേ, 3-4 ദിവസം കൂടി ഞാൻ താഴത്തെ മുറിയിൽ കിടന്നോളാം, അവൾ പറഞ്ഞു. പ്രസന്നയെ കൊണ്ട് ഞാനിന്ന് എല്ലാം വൃത്തിയാക്കിച്ചിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ ജയമോഹൻ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. അത്താഴത്തിന് മുമ്പ് അയാൾ 3 ലാർജ് വിസ്കി കഴിച്ചിരുന്നു. അത്താഴം കഴിഞ്ഞു വന്നപ്പോൾ ഒന്നുകൂടിയാകാമെന്ന് അയാൾക്ക് തോന്നി. താഴത്തെ നിലയിൽ ശബ്ദങ്ങൾ അടങ്ങി, ലൈറ്റുകൾ അണഞ്ഞു. കിടന്നിട്ട് ജയമോഹൻ ഉറക്കം വന്നില്ല. അയാൾ പതിയെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. മഞ്ജരിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. അയാൾ ഡോർ ഹാൻഡിലിൽ പിടിച്ച് സാവധാനം തിരിച്ചു നോക്കി. ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുന്നു. അയാൾ പ്രസന്നയുടെ മുറിയിലേക്ക് ചെന്നു. വാതിൽ ചാരിയിരുന്നതേ ഉള്ളൂ. അയാൾ അകത്ത് കയറി ലൈറ്റിട്ടു. വെളിച്ചം മുഖത്ത് വീണപ്പോൾ പ്രസന്ന ചാടി എഴുന്നേറ്റു. അവൾ പാതി മയക്കത്തിലായിരുന്നു. ജയമോഹനെ കണ്ട് അവൾ ഞെട്ടി. അയ്യോ, എന്തിനാ വന്നത്? നീ മുകളിലേക്ക് വാ, അയാൾ പറഞ്ഞു. ഞാൻ വരത്തില്ല, പോ, ഇത് അപകടമാ. അവൾ ഒഴിഞ്ഞു. ഒരപകടവുമില്ല, അവൾ നല്ല ഉറക്കത്തിലാ. പെട്ടെന്നിങ്ങ് പോരാ, നീ വാ പ്രസന്നേ. നിസ്സഹായതയോടെയുള്ള അയാളുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ പ്രസന്നയ്ക്ക് പിന്നെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. താഴത്തെ ലൈറ്റുകളൊന്നും തെളിയിക്കാതെയാണ് 2 പേരും കോണിപ്പടി കയറി മുകളിലേക്ക് പോയത്. എന്താ അവിടുന്ന് ഇന്നിങ്ങ് പോകുന്നത്? ജയമോഹൻ്റെ മുറിയിലെത്തിയപ്പോൾ ശബ്ദം താഴ്ത്തി പ്രസന്ന ചോദിച്ചു. കാര്യമുണ്ട്. എന്ത് കാര്യം? സതീശൻ അവിടെ വന്നു. അയ്യോ, അവൾ ഭയന്നു. നീയാണോ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അല്ല. സാർ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മഞ്ജരിയുടെ വീട്ടിൽ പോയേക്കുവാണെന്ന്. പക്ഷേ അങ്ങോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവനിനിയും കാശ് വേണമെന്ന്. കൊടുക്കല്ലേ, ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല, അവൾ മുന്നറിയിപ്പ് നൽകി. അവൻ വരട്ടെ. 1 മണിക്കൂറിലേറെ കഴിഞ്ഞിട്ടാണ് പ്രസന്നയെ ജയമോഹൻ പോകാൻ അനുവദിച്ചത്. അയാളുടെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ വെളിയിൽ മഞ്ജരി നിൽക്കുന്നുണ്ടായിരുന്നു. മഞ്ജരിയെ കണ്ട് ജയമോഹനും പ്രസന്നയും ഞെട്ടി. 2 പേരും ഒരു നിമിഷത്തേക്ക് ചലിക്കാനാവാതെ പ്രതിമകളെ പോലെ നിന്നു. മഞ്ജരിയുടെ ചുണ്ടുകളിൽ പെട്ടെന്ന് ഒരു പരിഹാസ ചിരി തെളിഞ്ഞു. എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാനുണ്ടെങ്കിൽ സാറിന് പറയാം. ഒന്നുറങ്ങി ഉണർന്നപ്പോൾ ദാഹിച്ചെന്നും വെള്ളം വേണമെന്ന് ചെന്ന് പറഞ്ഞപ്പോൾ ഇവൾ അതും കൊണ്ട് വന്നതാണെന്നോ? ജയമോഹന് മിണ്ടാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിട്ട് ഇവൾ കൂട്ടിന് കിടക്കാൻ വന്നതാണെന്നോ? മതി, നിർത്ത്. അയാൾക്ക് പെട്ടെന്ന് ശബ്ദം വീണ്ടു കിട്ടി. നിർത്താം. എന്താണ് സാറിന് പറയാനുള്ളതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്, പറഞ്ഞാട്ടെ. അവൾ പരിഹാസം ഉപേക്ഷിച്ചില്ല.
ഇതെൻ്റെ വീടാണ്. ഇവിടെ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. ആർക്കും വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. വെരി ഗുഡ്. അവനവൻ്റെ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ? പക്ഷേ എൻ്റെ വീടെന്ന് പറയുമ്പോൾ ഇത് സാറിൻ്റെ മാത്രം വീടാണോ? ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയും ഇനി മുതൽ എൻ്റെയും കൂടി വീടല്ലേ? ഞങ്ങളുടെ കൂടി ഇഷ്ടം നോക്കാതെ പറ്റുമോ? ജയമോഹൻ മറുപടി പറയാതെ പല്ലുകൾ ഞെരിച്ചു. പ്രസന്നയ്ക്ക് താഴേക്ക് പോകാം, ഗൗരവസ്വരത്തിൽ മഞ്ജരി പറഞ്ഞു. രക്ഷപ്പെട്ടതുപോലെ അവൾ തിടുക്കത്തിൽ പടികളിറങ്ങി അപ്രത്യക്ഷയായി. ജയമോഹനും മഞ്ജരിയും പരസ്പരം ഒന്ന് നോക്കി. വാതിലിനടുത്ത് നിൽക്കുകയായിരുന്നു അയാൾ. അവളെ വെളിയിൽ നിർത്തി കതകടയ്ക്കാനായി അയാൾ ഒരു ശ്രമം നടത്തി. പക്ഷേ അവൾ പെട്ടെന്നത് തടഞ്ഞു. കതകടയ്ക്കരുത്, അവൾ ആവശ്യപ്പെട്ടു. നീ പോ, എനിക്ക് ഉറങ്ങണം. അയാൾ പറഞ്ഞു. എനിക്ക് സംസാരിക്കാനുണ്ട്. അതൊക്കെ നാളെ. ഇപ്പം നീ പോ. പറ്റില്ല, എനിക്ക് ഇപ്പോൾ തന്നെ സംസാരിക്കണം. മഞ്ജരി ഒച്ചയുയർത്തി. അയാൾ കോപത്തോടെ അവളെ ഒന്ന് നോക്കി. രാത്രി മുഴുവൻ അധ്വാനിച്ചതിൻ്റെ ക്ഷീണം കാണും, എനിക്കറിയാം. പക്ഷേ പറയാനുള്ളത് ചൂടോടെ പറഞ്ഞാലേ എനിക്ക് തൃപ്തി വരൂ. പണ്ടൊന്നും ഞാൻ ഇങ്ങനെയായിരുന്നില്ല. ഭൂമിയോളം ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ ചിലക്കാതെ കാര്യം പറ. ഞാൻ ചിലക്കുകയാണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നും. പക്ഷേ അച്ഛനെയും അമ്മയെയും വിളിച്ചുണർത്തിക്കൊണ്ട് വന്ന് നിർത്തി നിങ്ങളുടെ തൊലിയൊരിക്കാൻ എനിക്കിപ്പോൾ കഴിയുമായിരുന്നു. അത് ചെയ്യാത്തത് നിങ്ങളെ പേടിച്ചിട്ടല്ല, ആ പാവങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോകാതിരിക്കാനാണ്. നീ വിചാരിക്കുന്നത് പോലെയൊന്നും ഇവിടെ നടന്നിട്ടില്ല. ജയമോഹൻ്റെ സ്വരം ഒന്ന് താഴ്ന്നു. ഓ, അത് ശരി. സാറിനെ താരാട്ടുപാടി ഉറക്കാൻ വേണ്ടിയാണ് വേലക്കാരി കിടപ്പുമുറിയിലേക്ക് വന്നത്. അല്ല, അവളെ വരുത്തിയതല്ലേ? മഞ്ജരി പുച്ഛത്തോടെ ചോദിച്ചു. അയാൾ മിണ്ടിയില്ല. നിങ്ങളെ സമ്മതിക്കണം സാറേ, അപാര ചങ്കൂറ്റം തന്നെ. ഭാര്യ താഴത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭർത്താവ് മുകളിലത്തെ മുറിയിൽ വേറൊരുത്തിയുമായിട്ട്. ഛേ, എന്തൊരു നാണം കെട്ട. അവൾ പുച്ഛത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഭാര്യ അവളുടെ കടമ നിർവഹിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. അയാൾ സ്വയം ന്യായീകരിച്ചു. ഉഗ്രൻ വിശദീകരണം. സമ്മതിച്ചു തന്നു സാറേ. ലോകത്തുള്ള സകല ഭർത്താക്കന്മാരെയും സാറിന് കയ്യിലെടുക്കാൻ പറ്റും. ഈ ന്യായീകരണം സാർ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് ലൈക്കുകൾ കിട്ടും. അവൾ വീണ്ടും അയാളെ പരിഹസിച്ചു. നിർത്തടി. അയാൾ അവളെ അടിക്കാനായി കൈ ഓങ്ങിച്ചെന്നു. തൊടരുതെന്നെ, സീൽക്കാരൻ പോലെ മഞ്ജരി പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് ചിതറിത്തെറിച്ച തീപ്പൊരികൾ കണ്ട് അയാളൊന്ന് പതറി. ജയമോഹന്റെ ഉച്ഛ്വാസവായുവിലെ മദ്യഗന്ധം അവൾക്കറിയാൻ കഴിഞ്ഞു. അധികം പ്രകോപിപ്പിച്ചാൽ അയാൾ ആ കൈകൾ കൊണ്ട് തൻ്റെ കഴുത്ത് ഞെരിച്ചു കന്നുകളയുമെന്നും അവൾക്ക് തോന്നി. ഇങ്ങനൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാണ്. അതോർത്തപ്പോൾ അവളുടെ പേടി പോയി. എൻ്റെ മേലുള്ള അവകാശം നിങ്ങൾ തന്നെ ഓരോന്നായി ഇല്ലാതാക്കുകയാണ്. മറ്റൊരു സ്ത്രീയുമായി ഭർത്താവ് ബന്ധപ്പെടുന്നുണ്ടെന്ന് ഭാര്യ അറിയാനിടയാ വന്നാൽ അയാളെ അവൾ വെറുക്കും. ദാമ്പത്യം ഒരിക്കലും പിന്നെ പഴയതുപോലെ ആവുകയില്ല. മതി, പാതിരാത്രിയിലെ നിന്റെ പ്രഭാഷണം. അയാൾ അവജ്ഞയോടെ പറഞ്ഞു. അതെ, പാതിരാത്രി നേരം വേറെ കലാപരിപാടികൾക്കുള്ളതാണല്ലോ. പ്രഭാഷണം പകൽ നേരത്ത് മതിയല്ലേ? ജയമോഹൻ സാറേ, എനിക്കൊരു കാര്യം ഇപ്പോൾ അറിഞ്ഞേ തീരൂ. സത്യം പറയണം, ആ പെണ്ണുമായി നിങ്ങൾക്ക് എത്ര നാളത്തെ ബന്ധമുണ്ട്? 1-2 തവണ. എത്ര നാളത്തെ ബന്ധമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. 1 മാസം അതോ 2? അവൾ ചോദിച്ചു. 1 മാസം. നാളെ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടും. എതിർപ്പൊന്നുമില്ലല്ലോ? നീ തന്നെ പിന്നെ ഈ വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടി വരും. അയാൾ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ഈ നാട്ടിൽ ജോലിക്കാരികളെ കിട്ടാൻ അത്ര പ്രയാസമൊന്നുമില്ല സാറേ. അതായിരിക്കുമല്ലോ സാറിനും ഇഷ്ടം. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തതല്ലേ? അർത്ഥം വെച്ചുകൊണ്ട് മഞ്ജരി പറഞ്ഞു. ജയമോഹൻ ഒന്നും മിണ്ടിയില്ല. ഇത് ഞാൻ ക്ഷമിച്ചു എന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഇതുപോലൊരു സംഭവം ആവർത്തിച്ചാൽ സാറിൻ്റെ ഭാര്യയായി ഞാൻ ഈ വീട്ടിൽ പിന്നെ ഉണ്ടായിരിക്കുകയില്ല. അയാളെ ഒന്ന് നോക്കിയിട്ട് മഞ്ജരി കോണിപ്പടികൾ ഇറങ്ങി താഴെയെത്തി. അവളുടെ മുറിയിൽ ചെന്ന് കിടന്നു. ഇനി ഉറക്കം വരില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ചിന്തിച്ച് അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. രാവിലെ അവൾ പതിവിലും വൈകിയാണ് എഴുന്നേറ്റത്. അടുക്കളയിൽ ചെന്നപ്പോൾ വിശാലാക്ഷി അമ്മയും പ്രസന്നയും പ്രാതലൊരുക്കുകയാണ്. അവളെ കണ്ട് പ്രസന്ന ഒന്ന് പരിങ്ങി. പ്രസന്നയോട് സംസാരിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ഒന്നും ചോദിക്കണ്ട എന്ന് അവൾ തീരുമാനിച്ചു. ഭാര്യ എന്ന നിലയിൽ ഒട്ടും അഭിമാനകരമല്ലാത്ത കാര്യമാണ് അവളിൽ നിന്നും അറിയേണ്ടി വരുന്നതെങ്കിലോ. എങ്കിലും വിശാലാക്ഷിയമ്മയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവളെക്കുറിച്ച് മഞ്ജരി
പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം കാണിക്കാതെ സംസാരിച്ചു. ഈ പ്രസന്നയുടെ വീട് എവിടാമേ? ശിവന്റെ അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് തെക്കോട്ട് പോകുമ്പോൾ ഒരു വയലുണ്ട് മോളെ, അതിൻ്റെ അടുത്താണ്. പാവത്തുങ്ങളാ. നേരത്തെ അവളുടെ അമ്മയായിരുന്നു ഇവിടുത്തെ ജോലിക്കാരി. അവരെന്താ പോയത്? പോയതല്ല മോളെ, കാർത്തിയായനെ കുളിമുറിയിൽ വീണ് ഇടതുകാലിൻ്റെ അസ്ഥി പൊട്ടി. പ്ലാസ്റ്റർ ഇട്ട് കിടപ്പായപ്പം പകരം അവളാ പ്രസന്നയെ വിട്ടത്. ഇപ്പം എത്ര നാളായി? 3-4 മാസമായി കാണും. പ്ലാസ്റ്റർ മാറ്റിയിട്ടും കാർത്തിയായനിക്ക് നടക്കാനും കുറേ നേരം നിൽക്കാനും പ്രയാസം. അതുകൊണ്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല മോളെ. ഞാൻ അവളോട് പറഞ്ഞു നീ ഇനി പോകണ്ടാന്ന്. 3-4 മാസമായി അവൾ ഇവിടെ ഉണ്ട്. എന്തിനാണ് 4 മാസം? ഒരാഴ്ച പോലും വേണ്ടി വരില്ല ജയമോഹൻ സാറിന് കാര്യങ്ങൾ അനുകൂലമാക്കാൻ. അവൾ ഒരു പാവം പെണ്ണാ മോളെ. സകല ജോലിയും ചെയ്തോളും. ഒരു മടിയുമില്ല. നല്ല വൃത്തിയും മെനയുമുണ്ട്. അതല്ലയോ പ്രധാനം. എല്ലാ മാസവും അവൾ ശമ്പളം വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുക്കും. ഞാൻ അവളോട് പറയും കുറച്ച് കാശ് നീ സൂക്ഷിച്ചു വെക്കണമെന്ന്. അവൾക്കൊരാവശ്യം വന്നാൽ വീട്ടിൽ നിന്ന് ആരും കൊടുക്കത്തില്ല. കല്യാണം ആലോചിച്ച് ആരെങ്കിലും വന്നാൽ? ഇതുവരെ ആരും വന്നിട്ടില്ല മോളെ. കല്യാണമുണ്ടിൽ എന്തെങ്കിലും കാര്യമായിട്ട് സഹായിക്കണമെന്ന് എനിക്കുണ്ട്, വിശാലാക്ഷിയമ്മ പറഞ്ഞു. ജയമോഹൻ പറഞ്ഞതെല്ലാം മുഴുത്ത കള്ളമായിരുന്നുവെന്ന് മഞ്ജരിക്ക് മനസ്സിലായി. പ്രസന്നയുടെ മുറച്ചെറുക്കൻ അവളെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നും അവനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുക്കണമെന്നുമാണ് അമ്മയുടെ ആഗ്രഹമെന്നുമാണ് ജയമോഹൻ പറഞ്ഞത്. വേറെ ആരെയും ജോലിക്ക് കിട്ടാനില്ല മോളെ. അവൾക്ക് കല്യാണം വല്ലതും വന്ന അനിയത്തിനെ പെണ്ണിനെ വിടാമെന്ന് കാർത്തിയായന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസന്ന പോയാലും അമ്മയുടെ മോന് മുട്ടുവരികയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ജയമോഹൻ വന്നപ്പോൾ മഞ്ജരി ഊണുമുറിയിലുണ്ടായിരുന്നു. പ്രസന്നയെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ അമ്മയോട് ചോദിക്കട്ടെ? ആരും കേൾക്കാതെ അവൾ ചോദിച്ചു. ഒന്ന് നോക്കിയതല്ലാതെ അയാൾ മറുപടി പറഞ്ഞില്ല. അന്വേഷിച്ചപ്പോൾ അവൾക്ക് ഒരനിയത്തി ഉണ്ടെന്ന് പറഞ്ഞു. അവൾ പോയാൽ അനിയത്തി വരും. അത് നല്ലൊരു കാര്യമല്ലേ? അപ്പോഴും അയാളൊന്നും മിണ്ടിയില്ല. തല കുമ്പിട്ടിരുന്ന് അയാൾ നിശബ്ദമായി പുട്ടും കടലക്കറിയും കഴിക്കുന്നത് നോക്കി മഞ്ജരി ഉള്ളിൽ ചിരിച്ചു. ഓഫീസിൽ ഒരു യാത്രയയപ്പ് സൽക്കാരമുണ്ടായിരുന്നു വിജയശേഖറിന്. അത് കഴിഞ്ഞ് അയാൾ വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണിയായി. ചായ വേണോ? വിജയകുമാരി ചോദിച്ചു. വേണ്ട, വയർ ഫുള്ളാണ്. ഒന്ന് കുളിച്ചിട്ട് കിടക്കണം. ഒന്നും കഴിക്കാൻ വേണ്ട, അയാൾ പറഞ്ഞു. എന്നാൽ കുളിച്ചിട്ട് വാ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അയാൾ കുളി കഴിഞ്ഞ് വേഷം മാറ്റി വന്നപ്പോൾ TV കണ്ടുകൊണ്ട് വിജയകുമാരി മുൻവശത്തെ മുറിയിലുണ്ടായിരുന്നു. അയാൾ ചെന്ന് അവരുടെ അടുത്ത സെറ്റിയിലിരുന്നു. നമുക്ക് ബാലഭാസ്കറിൻ്റെ വീട്ടിലൊന്ന് പോകണ്ടേ? വിജയകുമാരി ചോദിച്ചു. അല്ല, അതിപ്പം അവരുടെയും ആവശ്യമല്ലയോ കല്യാണം? അവർക്കും മുൻകൈ എടുക്കാമല്ലോ. നമ്മൾ ഏതാണ്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുമാ. ഡേറ്റ് ഫിക്സ് ചെയ്താൽ മാത്രം മതിയായിരുന്നല്ലോ. അതെ, നമ്മൾ മുൻകൈ എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ സാമട്ടിലിരുന്നാൽ പോരാ വിജയേട്ടാ, മുന്നിട്ടിറങ്ങണം. മോൾക്ക് മനസ്സിൽ നല്ല പേടിയുണ്ട് ഈ കല്യാണം നടക്കാതെ പോകുമോ എന്ന്. അതെന്താ ഇപ്പം അങ്ങനെയൊരു പേടി? അയാൾ ചോദിച്ചു. അവൾ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടെന്ന്. ബാലഭാസ്കർ വേറെ കല്യാണം കഴിച്ചെന്ന്. മഞ്ജരിയുടെ ആലോചനയിൽ വേറൊരു കൂട്ടുകാരിയെ. വിജയശേഖർ ഒന്ന് ചിരിച്ചു. സ്വപ്നം? മണ്ണാങ്കട്ട. അവൾ ഇന്ന് എഴുന്നേറ്റിട്ടില്ല. വിഷമിച്ച് ഒരേ കിടപ്പാണ്. പെട്ടെന്ന് വിജയശേഖറിൻ്റെ ചിരി മാഞ്ഞു. എങ്കിൽ നാളെ തന്നെ നമുക്ക് ചെന്ന് ചന്ദ്രശേഖര പിള്ളയെ കാണാം. ഇനി വച്ച് നീട്ടണ്ട. അതാ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും മുൻകൈ എടുത്തേ പറ്റൂന്ന്. വിജയശേഖർ എഴുന്നേറ്റ് ദീപ്തിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കയ്യിൽ മൊബൈലുമായി ഇരിക്കുകയായിരുന്നു. അയാളെ കണ്ട് അവൾ എഴുന്നേറ്റു. എന്താ അച്ഛാ? മോൾ വിഷമിക്കണ്ട. നാളെ തന്നെ അച്ഛനും അമ്മയും കൂടി ചെന്ന് കല്യാണക്കാര്യം ഫിക്സ് ചെയ്യാം. അവൾ ഒന്നും പറയാതെ തലകുനിച്ച് നിന്നതേയുള്ളൂ. അയാൾ ചെന്ന് അവളുടെ ചുമലിൽ കൈവച്ചു. മോൾ ബാലുവിനെ കാണാൻ പോയിട്ട് കണ്ടില്ലേ? കണ്ടു. അവൻ എന്തു പറഞ്ഞു? കല്യാണത്തിന് ഇനി തടസ്സങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെന്തിനാ മോളെ നീ പേടിക്കുന്നേ? എനിക്കറിയില്ല അച്ഛാ. മനസ്സിലിരുന്ന് ആരോ പറയുന്നു എനിക്ക് ബാലുവേട്ടനെ കിട്ടത്തില്ലെന്ന്. ബാലുവേട്ടൻ വേറെ കല്യാണം കഴിക്കുമെന്ന്. ഏതെങ്കിലും ലേഡി ഡോക്ടറുടെയോ എഞ്ചിനീയറുടെയോ ആലോചന വന്നാൽ. പക്ഷേ നമുക്കവർ വാക്ക് തന്നതല്ലേ മോളെ? അതിന് തെളിവൊന്നുമില്ലല്ലോ അച്ഛാ. ബാലുവേട്ടനും മഞ്ജരിയും തമ്മിലുള്ള കല്യാണം മുടക്കിയത് ഞാനാണെന്ന് അവൾക്കൊരു തോന്നലുണ്ട്. അവൾ പക വീട്ടിക്കൂടുന്നില്ല.
അവൾ പറയുന്നതേ ബാലുവേട്ടൻ കേൾക്കൂ. ഒക്കെ നിന്റെ തോന്നലാ മോളെ. നീയൊന്ന് സമാധാനമായിട്ടിരിക്കെ. നാളെ തന്നെ ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോകാം. പിന്നിലെല്ലാം കേട്ടുകൊണ്ട് വിജയകുമാരി നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ പോണം, അല്ലെങ്കിൽ സുഭദ്ര സ്കൂളിലേക്ക് പോകും. അവൻ്റെ അച്ഛനെയും പകൽ നേരത്ത് കിട്ടാൻ പാടാണ്. അവർ പറഞ്ഞു, രാവിലെ പോകാം, അതാ എനിക്കും സൗകര്യം. പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോൾ വിജയശേഖറും വിജയകുമാരിയും ബാലഭാസ്കറിൻ്റെ വീട്ടിലേക്ക് ചെന്നു. സിറ്റൗട്ടിൽ പത്രവും ചായയുമായി ഇരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രശേഖര പിള്ള. രണ്ടുപേരെയും കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എന്താ വിജയ ഇത്ര രാവിലെ? രാവിലെ വന്നാലല്ലേ ചന്ദ്രൻ ചേട്ടനെ കാണാൻ പറ്റൂ. ഓരോ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് നേരത്താ കിട്ടുന്നേ? അത് നേരാ, കേറി വാ. അവർ സ്വീകരണ മുറിയിൽ ചെന്ന് ഇരുന്നു. സുഭദ്രേ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ, ചന്ദ്രശേഖര പിള്ള വിളിച്ചു. വരുന്നേ, സുഭദ്ര ടീച്ചറും വിളിച്ചു പറഞ്ഞു. അവൾ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാ. ബാലുവില്ലേ? വിജയശേഖർ ചോദിച്ചു. അവൻ കുറച്ചു മുമ്പേ പുറത്തേക്ക് പോകുന്നത് കണ്ടു. തിരിച്ചെത്തിയില്ല. അപ്പോഴേക്ക് സുഭദ്ര ടീച്ചർ വന്നു. വിജയകുമാരിയെയും വിജയശേഖരയെയും കണ്ട് അവർ സൗഹൃദപൂർവ്വം ചിരിച്ചു. വിജയകുമാരിയെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. തിരക്കിനിടയിൽ സമയം കിട്ടിയില്ല. അത് സാരമില്ല, നമ്മൾ അത്ര ദൂരെയൊന്നുമല്ലല്ലോ താമസിക്കുന്നത്. നേരിട്ട് കാണാനുള്ള സൗകര്യമുള്ളപ്പം അതല്ലേ നല്ലത്. സമയം കളയാതെ ഞങ്ങൾ വന്ന കാര്യം പറയാൻ ചന്ദ്രൻ ചേട്ടാ. ബാലുവിൻ്റെയും ദീപ്തിയുടെയും കാര്യം നമ്മൾ ആലോചിച്ചുറപ്പിച്ചതാണല്ലോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ടായോ? വിജയശേഖർ വിഷയം അവതരിപ്പിച്ചു. അതിനെന്താ, ഇവിടെ ഒരു തടസ്സവുമില്ല. ജനുവരിയിൽ നമുക്ക് വിവാഹം നടത്താം. ചന്ദ്രശേഖര പിള്ള പറഞ്ഞത് കേട്ടപ്പോൾ വിജയകുമാരിയുടെ മനസ്സിൽ ഒരു തണുപ്പ് വീണു. ഇനി സാരമില്ല, തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. ജനുവരിയാകാൻ ഇനി 3 മാസമല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്കൊരു കല്യാണ നിശ്ചയം നടത്തണ്ടായോ? അതല്ലേ നാട്ടുനടപ്പ്? വിജയശേഖർ പറഞ്ഞു. അടുത്ത മാസം ആദ്യം കല്യാണ നിശ്ചയം നടത്താം. അതിനിനി മുഹൂർത്തമൊന്നും നോക്കണമെന്നില്ല. രാഹുകാലം അല്ലാത്ത സമയത്ത് ജാതകം കൈമാറാം. ഞായറാഴ്ചയാണെങ്കിൽ സൗകര്യമായിരിക്കും. കാര്യങ്ങൾ വളരെ വേഗം തീരുമാനിക്കപ്പെടുന്നതിൽ വിജയശേഖരനും വിജയകുമാരിക്കും സന്തോഷം തോന്നി. വെറുതെ ദീപ്തി മോൾ പേടിച്ചു. സുഭദ്രേ, ആ കലണ്ടർ എടുത്തോണ്ട് വന്നേ, ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. സുഭദ്ര ടീച്ചർ ചെന്ന് കലണ്ടർ എടുത്തുകൊണ്ടുവന്നു. ചന്ദ്രശേഖര പിള്ള ആദ്യത്തെ പേജ് മറിച്ച് അടുത്ത മാസത്തെ ഞായറാഴ്ചകൾ പരിശോധിച്ചു. 8, 15, 22 ഉണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. വിജയശേഖറും വിജയകുമാരിയും പരസ്പരം ഒന്ന് നോക്കി. 15 മതി എന്ന് വെച്ചാൽ 14 സെക്കൻഡ് സാറ്റർഡേയാ. തലേന്ന് അവധിയായതുകൊണ്ട് ഒരുക്കങ്ങൾക്ക് ഒരു ദിവസം കൂടി കിട്ടും. വിജയകുമാരി പറഞ്ഞു. എങ്കിൽ പിന്നെ 15 തന്നെ ഫിക്സ് ചെയ്യാം. എന്താ വിജയ? ചന്ദ്രശേഖര പിള്ള ചോദിച്ചു. അത് മതി ചേട്ടാ, 1 മാസത്തോളം സമയമുണ്ടല്ലോ. അത് സൗകര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്ന നേരത്ത് സുഭദ്ര ചെന്ന് എല്ലാവർക്കും ചായ കൊണ്ടുവന്നു. എൻഗേജ്മെൻറ്റിന് 2 ഭാഗത്തു നിന്നും മൊത്തം 200 പേരെങ്കിലും പങ്കെടുക്കാൻ കാണും. ദർശന ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം. അവിടെ 300 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞ് വിജയശേഖരും വിജയകുമാരിയും എഴുന്നേറ്റു. അവർക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നെങ്കിലും ബാലഭാസ്കറെ കാണാതെ പോകേണ്ടി വരുന്നതിൽ അല്പനിരാശയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ യാത്ര പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഗേറ്റ് കടന്ന് ബാലഭാസ്കറിൻ്റെ കാർ അകത്തേക്ക് കയറി വന്നു. അതൊരു ശുഭ ശകുനമാണെന്ന് വിജയകുമാരിക്ക് തോന്നി. ബാലുവിനെ കാണാതെ പോകേണ്ടി വരുമോയെന്ന് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിപ്പം മാറി, വിജയശേഖർ പറഞ്ഞു. ബാലഭാസ്കർ ഒരു വിളറിയ ചിരി ചിരിച്ചു. ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഇറങ്ങി. അച്ഛൻ അത് പറയും, വിജയകുമാരി പറഞ്ഞു. മോനെ, അടുത്ത 15-ാം തീയതി ഞായറാഴ്ച കല്യാണ നിശ്ചയം നടത്താനാ ഞങ്ങൾ തീരുമാനിച്ചേ. അന്ന് നിനക്ക് അസൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. അതെ, ബാലുവിൻ്റെ അസാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. എനിക്ക് വേറെ അസൗകര്യമൊന്നുമില്ലച്ചാ, ബാലഭാസ്കർ പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. നാളെ മുതൽ ഞങ്ങൾ ക്ഷണം തുടങ്ങും. അടുത്ത ബന്ധുക്കളും അത്യാവശ്യം സുഹൃത്തുക്കളും മാത്രം. വിജയശേഖറും വിജയകുമാരിയും കാറിൽ കയറി. ഇത്ര വേഗം എല്ലാം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിജയേട്ടാ. വീട്ടിലേക്ക് പോകുമ്പോൾ വിജയകുമാരി പറഞ്ഞു. ഞാനും വിചാരിച്ചില്ല. അവർ ചെന്നപ്പോൾ ദീപ്തി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ കണ്ടപ്പോൾ
അവർ ശുഭവാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അടുത്ത മാസം 15-ന് എൻഗേജ്മെൻറ്റ്, ദർശന ഓഡിറ്റോറിയം. ഇന്ന് തന്നെ അച്ഛൻ ബുക്ക് ചെയ്യാൻ പോവുക. അച്ഛൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അതൊരു അസാധാരണ തിളക്കമായിരുന്നു. വിലാസിനിയുടെ മുഖത്തെ മ്ലാനത രാജലക്ഷ്മി രാവിലെ ശ്രദ്ധിച്ചിരുന്നു. സംസാരവും കുറവ്, ചെയ്യുന്ന ജോലികൾക്ക് വെറും യാന്ത്രികത. എന്തു പറ്റി ചേച്ചി, സുഖമില്ലേ? രാജലക്ഷ്മി ചോദിച്ചു. ഒന്നുമില്ല രാജി, അവർ പറഞ്ഞു. വിലാസിനിക്ക് പ്രമേഹമുണ്ട്, അല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പക്ഷേ നിയന്ത്രണത്തിലുമാണ്. മഞ്ജരി മോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക്. ചേച്ചിക്ക് അവളെ കാണണോ? രാജലക്ഷ്മി ചോദിച്ചു. അവളെ ഒരു ദിവസം പോലും പിരിഞ്ഞു ജീവിച്ചിട്ടുണ്ടോ നമ്മൾ? മിനിഞ്ഞാന്ന് ഒന്ന് വന്നിട്ട് ഇന്നലെ തന്നെ പോയില്ലേ? കൊതി തീരെ ഒന്ന് കണ്ടതുപോലുമില്ല. വിലാസിനിയുടെ കണ്ണുകൾ നനഞ്ഞു. പ്രസവിച്ചത് താനാണെങ്കിലും തന്നേക്കാൾ അടുപ്പം മോൾക്ക് ചേച്ചിയോടാണെന്ന് രാജലക്ഷ്മിക്ക് അറിയാം. ചേച്ചി അതുപോലെ അവളെ സ്നേഹിക്കുന്നുമുണ്ട്. മഞ്ജരി മോളെ ചേച്ചിക്ക് കാണണോ? വിലാസിനി മറുപടി പറഞ്ഞില്ല. വേഗം റെഡിയാക്, നമുക്ക് അങ്ങോട്ട് പോകാം. വിശ്വാസം വരാതെ വിലാസിനി നോക്കി. നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടേ? ഇന്ന് ചെല്ലത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞോളാം. ഒരു പുതുജീവൻ കിട്ടിയതുപോലെ വിലാസിനിയുടെ മുഖം തെളിഞ്ഞു. രാജലക്ഷ്മി ചെന്ന് രാധാകൃഷ്ണനോട് പറഞ്ഞു. അതിനെന്താ, നമുക്ക് ഇപ്പം തന്നെ പോകാം. എനിക്കിന്ന് ഇത്തിരി ലേറ്റായിട്ട് ഓഫീസിൽ പോയാലും മതി. അയാളും തയ്യാറായി. വരുന്ന കാര്യം മഞ്ജരിയോടൊന്ന് വിളിച്ചു പറയണ്ടേ? അവളും ജയമോഹനും കൂടി പുറത്തെവിടെയെങ്കിലും പോകുമെങ്കിൽ പിന്നെ ചെന്നിട്ടെന്ത് കാര്യം? മഞ്ജരിയുടെ മൊബൈലിൽ അപ്പോൾ തന്നെ രാജലക്ഷ്മി വിളിച്ചു. അമ്മേ. അവൾ ഉടൻ കോൾ എടുത്തു. നിങ്ങൾക്ക് രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ടോ മോളെ? ഇല്ലമ്മേ. എന്താ കാര്യം? ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് വരാനാണ്. ആണോ? എന്നാൽ എത്രയും വേഗം വാ, ഞങ്ങളിവിടെയുണ്ട്. എങ്ങോട്ടും പോകത്തില്ല, ഈ ആഴ്ചയും കൂടി ചേട്ടൻ ലീവിലാണ്, അവൾ പറഞ്ഞു. ശരി മോളെ, 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെത്തും. ഒരുങ്ങാൻ അരമണിക്കൂർ എടുത്തില്ല. അവർ 3 പേരും കൂടി ജയമോഹൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛനും അമ്മയും വലിയമ്മയും കൂടി വരുന്ന കാര്യം അതിനു മുമ്പേ വിശാലാക്ഷി അമ്മയോടും ജയമോഹനോടും അവൾ പറഞ്ഞു. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ മോളെ? അരിപ്പൊടിയുണ്ട്. എന്താ ഉണ്ടാക്കണ്ടേ? വിശാലാക്ഷി അമ്മ ചോദിച്ചു. അവർ കഴിച്ചിട്ട് അമ്മയെ വരുന്നത്, ചായ മാത്രം മതി, അവൾ പറഞ്ഞു. ജയമോഹൻ ഗൗരവഭാവത്തിൽ നിന്നതേയുള്ളൂ. മഞ്ജരി അമ്മയോടോ അച്ഛനോടോ അരുതാത്തതൊന്നും വെളിപ്പെടുത്തുകയില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും അവളുടെ മുന്നിൽ സ്വയം ചെറുതായതുപോലെ. അല്പനേരം കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണനും രാജലക്ഷ്മിയും വിലാസിനിയും വന്നു. സന്തോഷത്തോടെയാണ് പ്രഭാകരൻ നായർ അവരെ സ്വീകരിച്ചത്. മഞ്ജരിയും ജയമോഹനും ഒപ്പം ഉണ്ടായിരുന്നു. ജയമോഹൻ പ്രസന്നത നടിച്ചു നിന്നു. ചേച്ചിക്ക് ആ മോളെ കാണാഞ്ഞതിൽ എന്നേക്കാൾ കൂടുതൽ സങ്കടം. കൂടുതൽ സമയവും അവൾ ചേച്ചിയുടെ കൂടെ അല്ലയോ? രാജലക്ഷ്മി പറഞ്ഞു. അതിനെന്താ, അകലെയൊന്നുമല്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും മോളെ വന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ മോൾക്ക് അങ്ങോട്ട് വരാമല്ലോ, പ്രഭാകരൻ നായർ പറഞ്ഞു. അവർ സ്വീകരണ മുറിയിലിരുന്നു. അപ്പോഴേക്കും വിശാലാക്ഷിയമ്മയും വന്നു. എന്താ, 2 പേർക്കും യാത്രയൊന്നുമില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാനാണോ പ്ലാൻ? കളിമട്ടിൽ രാധാകൃഷ്ണൻ ചോദിച്ചു. എവിടെങ്കിലും പോണമെന്നുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുക, ചിരിച്ചുകൊണ്ട് ജയമോഹൻ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തേയില വേകുന്ന മണം അന്തരീക്ഷത്തിലൂടെ ഒഴുകി വരുന്നത് മഞ്ജരി അറിഞ്ഞു. പ്രസന്ന ചായ ഉണ്ടാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. വലിയമ്മയ്ക്ക് പഞ്ചസാര വേണ്ടല്ലോ എന്ന് അപ്പോഴാണ് അവൾ ഓർത്തത്. അക്കാര്യം പ്രസന്നയോട് പറയാൻ അവൾ അടുക്കളയിലേക്ക് ചെന്നു. സ്റ്റൗവിലെ പാത്രത്തിൽ ചായ തിളച്ചു മറിയുന്നു. ബർണർ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രസന്നയെ കാണാനില്ല. വെളിയിൽ ആരോ ചുമയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അടുക്കള വാതിൽ വഴി അവൾ പിൻഭാഗത്തെ മുറ്റത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കറിവേപ്പ് മരത്തിൽ പിടിച്ചുകൊണ്ട് പ്രസന്ന കുനിഞ്ഞു നിന്ന് ഛർദ്ദിക്കുന്നു. മഞ്ജരിയുടെ മനസ്സിലൂടെ പെട്ടെന്നൊരു കൊള്ളിമീൻ പാഞ്ഞുപോയി. അവൾ മുറ്റത്തേക്ക് ഓടിയിറങ്ങി ചെന്നു. പ്രസന്നേ, അവൾ വിളിച്ചു. ഞെട്ടലോടെ പ്രസന്ന തലതിരിച്ച് അവളെ നോക്കി. അടുത്ത ഭാഗം നാളെ.